നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് ഇറങ്ങുന്ന 90% ബ്രാൻഡുകളും ആദ്യത്തെ ഒരു 1 ഇയർ പോലും സർവൈവ് ചെയ്യാത്തത്? ഞാൻ പറഞ്ഞ നമ്പർ 1, ഒരു ക്ലിയർ ബ്രാൻഡ് ഐഡന്റിറ്റി ഇല്ല. ജസ്റ്റ് ഒരു അവരുടെ ലോഗോ പ്രിന്റ് ചെയ്യുന്നു, സ്റ്റോറി ഇല്ല, ഒരു മെസ്സേജ് ഇല്ല, കസ്റ്റമർ അത് ബൈ ചെയ്യാനുള്ള റീസണും ഇല്ല. അടുത്തത് കോപ്പിങ് അതേഴ്സ്. ഇതുപോലെ തുടങ്ങിയൊരു ബ്രാൻഡിനെ അവർ ചെയ്തപ്പോൾ അതുപോലെ ഒരു ബ്രാൻഡ് തുടങ്ങാം, അങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ രണ്ടാമത്, ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ഒരു ബ്രാൻഡ് അവരുടെ പോലെ ചെയ്യണം. പിന്നെ ഒരു ഫിയർ ഓഫ് ഗോഡോ ഒരു ഗുച്ചിയോ ഇൻസ്പയർ ചെയ്യാം, കോപ്പി ചെയ്യരുത്. പുവർ ക്വാളിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ഫസ്റ്റ് ഡ്രോപ്പിൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കില്ല. ആദ്യം എപ്പോഴും നമ്മൾ തുടങ്ങുമ്പോൾ പെർഫെക്റ്റ് ആവണമെന്നില്ല, മുന്നോട്ട് പോവുകയും നമ്മൾ ഇമ്പ്രൂവ് ആയി വരണം. ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇതില്ല. ഫസ്റ്റ് നമ്മുടെ പ്രൈസുമായിട്ട് ക്വാളിറ്റി മാച്ച് ചെയ്യണം. കസ്റ്റമർ അത് നോട്ടീസ് ചെയ്യും. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു ബ്രാൻഡ് വാല്യൂവിന് വേണ്ടി നമ്മൾ പ്രൈസ് ചെയ്യുന്നതല്ല. പ്രൈസ് ഇട്ടതുകൊണ്ട് ഒരു ബ്രാൻഡിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാവണമെന്നില്ല. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചുള്ള പ്രൈസിങ് ആയിരിക്കണം. അടുത്ത്, നോ ഓഡിയൻസ് കണക്ഷൻ. ഓഡിയൻസുമായിട്ടൊരു കണക്ഷൻ ഇല്ല. ഫസ്റ്റ് സെയിൽസിലേക്കാണ്. നമ്മൾ സെയിൽസിലേക്ക് ഫുൾ ഫോക്കസ് സെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറായിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കസ്റ്റമറായിട്ടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ സെയിൽസ് താനേ വരും. അടുത്തത്, ഒരു പേഷ്യൻസ് ഇല്ല. കാരണം തുടങ്ങിയ ഉടനെ ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ സക്സസ് ആവണമെന്നൊരു നിർബന്ധമില്ല. നമ്മളതിന് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക. ഞാനൊരു സക്സസ്ഫുൾ ബ്രാൻഡ് ഓണറായിട്ട് പറയണല്ല, ഈ പറയുന്ന 90% ഞാൻ പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാനിതിൽ വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. സെയിൽസിൽ ഫോക്കസ് ചെയ്യാൻ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, പാഷനേറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക, സക്സസ് താനേ വരും. അത്രേ ഉള്ളൂ.